വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റമിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. കാരണം അടുത്ത എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സയൻസ് ആണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഫുൾ ആയിട്ട് ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ ഇതാ കടക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ വിത്തുകൾ പല സ്ഥലത്തേക്ക് വിതരണം ചെയ്യാറുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും. വിത്ത് വിതരണത്തിനായി സസ്യങ്ങൾ പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അപ്പം എന്താണ് നമ്മുടെ സീഡ് ഡിസ്പോസൽ അല്ലെങ്കിൽ വിത്ത് വിതരണത്തിന് ആവശ്യകത എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം തന്നെ എഴുതിയാൽ മതി. അതായത് നമുക്കറിയാം ഒരു ചെടി തന്നെ നമുക്ക് പല പ്രദേശങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശത്ത് കാണപ്പെടുന്നതും ഈ പറയുന്ന വിത്ത് വിതരണം മൂലമാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം എന്താണ്? തന്നിരിക്കുന്നവയിൽ നിന്ന് പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നവ കണ്ടെത്തുക. ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. തേങ്ങയുണ്ട്, പേരയ്ക്കുണ്ട്, അതുപോലെ തന്നെ വെണ്ടയ്ക്കുണ്ട്. അപ്പൊ ചോദ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഫ്രം ദി ഗിവൺ പ്ലാന്റ്സ് ഐഡന്റിഫൈ വിച്ച് വൺ ആർ ഡിസ്പോസ്ഡ് ബൈ ബേർഡ്സ്. നമുക്കറിയാം വിത്ത് വിതരണത്തിന് പല മാർഗങ്ങളുണ്ട്. ഒന്നെന്താണ്, കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന കുറച്ച് ചെടികൾ സസ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നുണ്ട്. പക്ഷികളിലൂടെ അതായത് ജന്തുക്കളിലൂടെ വിത്ത് വിതരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നുണ്ട്. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയുന്ന എക്സാമ്പിൾസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന തന്നിരിക്കുന്നവയിൽ പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നത് ഏതാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നോക്കാം. കോക്കനറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പേരയ്ക്കുണ്ട്, അതുപോലെ തന്നെ ലേഡീസ് ഫിംഗർ വെണ്ടയുണ്ട്. അപ്പൊ ആരാണ് അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, നമ്മുടെ പേരയ്ക്കാണ് അല്ലെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. അപ്പൊ ഫ്ലോ ചാർട്ട് നോക്കിയുള്ളൂ. വിത്ത് വിതരണമാണ്. ഇവിടെ കാറ്റെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് പൂരിപ്പിക്കണം. അതുപോലെ വെള്ളമുണ്ട്, പൊട്ടിത്തെറിച്ചുണ്ട്. അതുപോലെ ഇവിടെ ഓപ്ഷൻസ്, അതായത് ഇത്തരത്തിൽ വിത്ത് വിതരണം നടത്തുന്ന കുറച്ച് സസ്യങ്ങൾക്ക് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇവിടെ ബി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പൂരിപ്പിക്കണം. ഇവിടെ നമുക്ക് മാങ്ങ, ഞാവൽപ്പഴം തന്നിട്ടുണ്ട്. സി നമുക്ക് പൂരിപ്പിക്കണം. ഇവിടെ പഞ്ഞി അല്ലെങ്കിൽ കോട്ടൺ തന്നിട്ടുണ്ട്. ഡി നമുക്ക് പൂരിപ്പിക്കണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ. മിസ് നേരത്തെ പറഞ്ഞു വിത്ത് വിതരണം പല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട് കാറ്റ്. ഇനി രണ്ടാമത്തത് മാങ്ങയും അതുപോലെ തന്നെ ഞാവൽപ്പഴം. അങ്ങനെ അവിടെയൊക്കെ ഏത് രീതിയിലാണ് വിത്ത് വിതരണം നടത്തുന്നത്? ആനിമൽസിലൂടെയാണ് അല്ലെ, അല്ലെങ്കിൽ ബേർഡ്സ് ആൻഡ് ആനിമൽസിലൂടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. യെസ്, ജന്തുക്കളിലൂടെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇല്ലേ. അപ്പൊ മിസ് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി തരുന്നുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അനുയോജ്യമായ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. അപ്പൊ ജന്തുക്കളിലൂടെ, ഫ്രം ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സിലൂടെ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ മാംഗോ, അതുപോലെ തന്നെ മലബാർ പ്ലം. ഇനി ഈ പറയുന്ന കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ പാപ്പസ്, അതായത് നമ്മുടെ അപ്പൂപ്പൻ തടി. വേറൊരു ഉദാഹരണമാണ് മക്കളെ നമ്മുടെ മഹാഗണി. എന്താണ് നമ്മുടെ മഹാഗണി. ഇനി അതുപോലെ തന്നെ വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ തേങ്ങ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ തെങ്ങ് അല്ലെ. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചിത്രം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ച് ബൈ ബേർസ്റ്റിംഗ്, അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കോട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മക്കളെ കാശിത്തുമ്പ അല്ലെങ്കിൽ നമ്മൾ ബാൽസം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ വിത്ത് വിതരണത്തെ പറ്റിയുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ടേബിൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു ടേബിൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അതായത് കാറ്റിലൂടെ, ആനിമൽസിലൂടെ, വെള്ളത്തിലൂടെ, അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ച് അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ വിത്ത് വിതരണം നടത്തുന്നതിന് അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ വിത്തിനുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ വിത്തിന്റെ അനുകൂലനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതും നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 മാർക്കൊക്കെ സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയുള്ള മക്കളെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഇതുപോലെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. നമ്മുടെ സൈലത്തിന്റെ നമ്മുടെ ചാനലിൽ നിന്ന് നോക്കിയാൽ മതി. എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.